സാറിന്റെ ഞാൻ ചോദിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാർ ബിസിനസ് തുടങ്ങി ഇത്ര കാലങ്ങളായി. സാർ ബിസിനസ് തുടങ്ങിയ കാലഘട്ടത്തിൽ സാർ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതുമാതിരി തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒത്തിരി പേര് ചെറുപ്പക്കാർ ഒരു പഠിച്ചു കഴിഞ്ഞ് തന്നെ ജോലി ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ ജോലിയിലുള്ള ആൾ നമുക്ക് എന്താ സ്വന്തമായിട്ട് ഇനി ഒരു ബിസിനസ് തുടങ്ങിയാൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ആ ബിസിനസ് തുടങ്ങുന്ന ആ സമയത്ത് ആ തുടക്കത്തിൽ അവർ എന്താ ചിന്തിച്ചിരിക്കേണ്ടത്, അത് ഒരു അഡ്വൈസായി പറയുകയാണെങ്കിൽ? ഒരു ബിസിനസ്, ഒരു കൈത്തൊഴിൽ, നമുക്ക് ഒരു തൊഴിൽ പഠിച്ചവർക്ക് ആ തൊഴിലുമായിട്ട് മുമ്പിലോട്ട് പോയി കഴിഞ്ഞെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർക്ക് അതിനോട് തന്നെ ആ ഒരു തൊഴിലുമായിട്ട് നല്ല ആത്മവിശ്വാസത്തോട് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. സോ അവര് എന്ത് ജോലി അവര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതില് അവര് ഉറച്ചു നിൽക്കണം. അതെ, ഏത് ട്രേഡ് ആണെങ്കിൽ അതിൽ തന്നെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അത് മുമ്പിലോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. പിന്നെ നിങ്ങള് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഭയങ്കര ദൈവവിശ്വാസമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അമ്പലത്തിൽ പോവാറുണ്ട്. ഇവിടെ ഈ ബോംബെ നഗരത്ത് എപ്പോഴും ഉണ്ടാവുന്ന കലാപമാണ് ഈ മതത്തിന്റെ പേര് വെച്ചിട്ട് ഒത്തിരി കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലും നിങ്ങൾ ഇൻവോൾവ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയിലോ അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്ന ആൾക്കാർ ഇൻവോൾവ് ആവും, അങ്ങനെ എന്തെങ്കിലും പരിപാടി? ഇല്ല, അങ്ങനത്തെ ഒന്നും ഇതുവരെയൊന്നും ഉണ്ടായില്ല. ഇവിടെ പക്ഷേ ശിവസേന ഭയങ്കര സ്ട്രോങ് അല്ലേ? ശിവസേന സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞെങ്കിൽ നേരെ രീതിയിൽ പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ശിവസേന ആയി കഴിഞ്ഞെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ രാഷ്ട്രപതി കോൺഗ്രസ് ശിവസേന തന്നെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. നേരെ രീതിയിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്സായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. ഇല്ല, നമുക്ക് അതിലൊരു ദോഷം വരുന്നില്ല, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഇപ്പോൾ ശിവസേന എന്നിട്ട് ഇപ്പോൾ ബോംബെയിൽ ഇപ്പോൾ ശിവസേന ഞെട്ടിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിലൊരു കുഴപ്പമില്ല. അവർ കുറച്ച് ആൾക്കാരുണ്ടാവും ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു പേര് വന്നു, അതിൽ പ്രവർത്തിക്കാൻ ഇഷ്ടംമാരെ ആൾക്കാർ. ശിവസേന എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടോ ആ പാർട്ടിനെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഓണം വിഷു ഒക്കെ എങ്ങനെയാണ്? ഓണം വിഷു ഇപ്പോൾ നാട്ടിലിപ്പോൾ നമ്മളുണ്ടെങ്കിൽ നാട്ടിലിപ്പോൾ എല്ലാവരും ഇവിടെ കൂടാൻ ആളില്ല, നമ്മൾ തന്നെ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെയും വിളിക്കും. അതെ, ഞാൻ വീട്ടിലാണ്. ഇല്ല, പുറത്ത് പോയിട്ടൊന്നും. ഇവിടെ ഒത്തിരി മലയാളി ഹോട്ടലുകൾ ഇവിടെ ഉണ്ട്. കേരള ഹൗസ് ഇവിടെ വാശിയിൽ നിന്ന് കേരള ഹൗസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ ഓണത്തിന് പരിപാടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെന്ന് കാണാറുണ്ടോ? കാണാറുണ്ട്. അവിടെ എന്താ പരിപാടിയായിരുന്നു ലാസ്റ്റ് ഓണത്തിന്? ലാസ്റ്റ് ഓണത്തിന് നമ്മുടെ നാട്ടിലെങ്ങനെ ഓണത്തിനുള്ള അതുമാതിരിയുള്ള ഇതാണ് ഇവിടെ ഉള്ളത്. സദ്യ അല്ല, കലാപരിപാടിയായിട്ട് ഞാൻ അവിടെ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇത് ഇതെല്ലാം കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇപ്പൊ ഈ കലാപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പാടുക അല്ലെങ്കിൽ? ഇല്ല, ഒന്നിനും. അതെ, ഉറപ്പാ. ഇല്ല, സ്കൂളിലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ സ്കൂളിലെല്ലാം ചെയ്ത് കാണും, പക്ഷെ നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ല. നമ്മളിപ്പോ പാടാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടുമില്ല, പാടിയിട്ടുമില്ല. ഇല്ല, അതൊന്നുമല്ല, ഞാൻ പാടിയിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ്. ശരി. അപ്പൊ എന്തായിരുന്നാലും കാര്യമായിട്ട് നിങ്ങൾ ഈ 5 കൊല്ലത്തിനുള്ളിൽ ഇനി അടുത്ത് വരുന്ന ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ, നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ വരട്ടെ. അടുത്ത ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇന്റർവ്യൂവിന് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയും 2 മക്കളുണ്ട്, അവര് UKG പഠിക്കുകയാണ്, 2nd സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്, പിന്നെ എന്റെ താഴെ ഇപ്പൊ ഒരു 50 പേര് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കണം. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അന്ന് പറയുമ്പോൾ ഇന്റർവ്യൂന്ന് ചോദിക്കുമ്പോ എനിക്ക് സമയമില്ലാത്ത കാരണം കൊണ്ടാണ്. അല്ല, ഇപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ബിസിനസിന്റെ തിരക്ക് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോ വിഷുവിനോ ഓണത്തിനോ നാട്ടിൽ പോവാം, അതിനും കൂടെ സമയമില്ല. നമ്മൾ ഇവിടുന്ന് ഈ പണി നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ പിന്നെ ഈ പരിപാടിയെല്ലാം കുറച്ച് സ്ലോ ആവും. നമ്മളിവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന കസ്റ്റമറും നമ്മളില്ലാത്തതുകൊണ്ട് അവരും തിരിച്ചു പോകും. അതാണ് അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം പോകും, 10-15 ദിവസം നാട്ടിൽ തങ്ങും. ഒരു ബിസിനസ്മാന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ശാപം എന്ന് പറയുന്നത് ഇതാണ്, അദ്ദേഹത്തിന് എവിടെയും പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഒരു ബിസിനസ് ഇല്ല. പിന്നെ ഇപ്പം നമുക്ക് നാട്ടിൽ തന്നെ സെറ്റിൽ അവിടെ തന്നെ കൂടണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ബിസിനസ് പരിപാടിയായിട്ട് നമുക്ക്
നാട്ടിൽ കൂടുതൽ നിൽക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങളെന്നല്ല, ഈ ബിസിനസ് ചെയ്യുന്ന ഈ ബിസിനസ് ലോകത്തുള്ള എല്ലാവർക്കും ഉള്ള ഒരു പരിപാടിയാണ്. അവരപ്പോൾ ആലോചിക്കും ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ട് അതെ ഒരു മാസം 2 മാസം ലീവ് എടുത്ത് നാട്ടിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ ഒരു നല്ലൊരു ദിവസമാകുമ്പോൾ നമുക്ക് നാട്ടിൽ ചെല്ലാൻ പറ്റാത്തൊരു കാര്യമെന്ന് ആൾക്കാർ പറയും, ഇവനോട് ബോംബെയിൽ വലിയ ഇവർ നാട്ടിൽ വരാൻ സമയം കിട്ടും. ഗൾഫിൽ പോകുന്നവരും കൂടെ ഒരു 3 മാസം ലീവ് എടുത്തിട്ട് നാട്ടിൽ വരുന്നുണ്ട്. നമുക്ക് അതിനും കൂടെ സമയമില്ല. നമ്മൾ തന്നെ സ്വന്തം ഒരു കമ്പനി, സ്വന്തം ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലീവ് അങ്ങനെ കിട്ടൂല. പക്ഷെ അല്ലെങ്കിൽ ഏതെങ്കിലും കെയർ ഓഫിൽ ആരുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാസം 3 മാസം ലീവ് എടുത്തിട്ട് നാട്ടിൽ പോവാം. അത് ശരിയാണ്. അതാണ് മെയിൻ. അതിൽ പരാതിയുണ്ട്. ഈ ബിസിനസ്സിൽ മലയാളി എത്ര ഇവിടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഏതാൾക്കാർക്കും സ്വന്തമായിട്ട് അല്ല, സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ് വിട്ടിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. എന്തായിരുന്നാലും ഈ തിരക്കേറിയ സമയത്തിലും ഇത്രയും നേരം ഞങ്ങൾക്ക് സമയം നൽകിയതിന് വളരെ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. നിങ്ങളുടെ പരിപാടികളൊക്കെ ഉടൻ തന്നെ നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഈ പ്രോഗ്രാം കണ്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും ശാന്ത റോഡ്വേസിൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ശാന്ത റോഡ്വേസിന്റെ പ്രിപ്പറേറ്ററായ മിസ്റ്റർ മോഹൻ സർ പറഞ്ഞത് തീർച്ചയായിട്ടും കേട്ട് കാണും. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബിസിനസ് ഒന്ന് എടുക്കണം, അല്ല ബിസിനസ് ചെയ്യണമെന്ന് ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ സ്ട്രോങ് ആയി നിൽക്കുക, എന്നിട്ട് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുക. ആരെന്ത് പറഞ്ഞാലും തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡെസിഷനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ഇസ് ഓൾ യോഴ്സ്. ഇതാണ് ഈ ബിസിനസ് ലോകം. ബിസിനസ് ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ലോകമാണ്. ഈ ലോകത്തിൻ്റെ ഉള്ളിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പല ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ഒപ്പീനിയൻസിനും ഈ ടിപ്സിനെയൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. തുടർന്ന് ഈ എപ്പിസോഡ് കാണുക. എന്തായിരുന്നാലും പ്രേക്ഷകർക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ചോദ്യം ഇതാണ്: വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ റൈറ്റ് ബ്രദേഴ്സിൻ്റെ മുഴുവൻ പേർ എന്താണ്? ഒരിക്കൽ കൂടി പറയാം, വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണ്, എല്ലാവർക്കും അറിയാം. ഈ റൈറ്റ് ബ്രദേഴ്സിന്റെ മുഴുവൻ പേർ എന്താണ്? നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം വിളിച്ച് അറിയിക്കേണ്ട നമ്പർ 0484231778 അല്ലെങ്കിൽ 83. നമ്പർ ഒരിക്കൽ കൂടി 0484231778 or 83. Anyways viewers, it's time for me to wind up the show right here. I'll meet you tomorrow in the next fantastic episode. Until then, it's me, Smita. Bye-bye.